മാസങ്ങൾക്ക് ശേഷം എൻ്റെ ലിറ്റിൽ ഗേളിനെയും കൊണ്ടൊരു ചെറിയ ഷോപ്പിങ്ങിന് പോയ വ്ളോഗാണ് ഇന്ന്. നോക്കിക്കേ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത എൻ്റെ ലിറ്റിൽ ഗേൾ കെയ്റ്റ്ലിൻ നടക്കാൻ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു കടയിൽ കൊണ്ടുപോകുന്നത്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു മോളെ ഇങ്ങനെ നടത്താനായിട്ട് വിടാനായിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതൊക്കെ ശീലിക്കേണ്ടതെന്ന് ഓർത്താണ് ഞാൻ പതിയെ അവൾ പോകുന്നതനുസരിച്ച് അവളുടെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടു കൊടുത്തതാ. ഓരോ ട്രയൽ റൂമിലും കയറി വലിയ കണ്ണാടിയിൽ അവളെ തന്നെ നോക്കി ആസ്വദിക്കുന്നതാണ് ഈ കാണുന്നത്. ഒരു ട്രയൽ റൂമിൽ നിന്ന് അടുത്ത ട്രയൽ റൂമിലേക്ക് ഓടുമായിരുന്നു. കുട്ടികളെ നമ്മൾ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ നോക്കിയാൽ അവർ വിഗറസ് ആകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മറിച്ച് നമ്മൾ കുറച്ചൊക്കെ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുവാണെങ്കിൽ അവർ കുറച്ചുകൂടെ നമ്മളോട് കോപ്പറേറ്റീവായിട്ട് നിൽക്കും. ഇത് ഷോപ്പിങ്ങിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ഞാനും മോളും കൂടെ ടൈം സ്പെൻഡ് ചെയ്തതാണ് ഇങ്ങനെ. അത് കഴിഞ്ഞ് അവിടെ ഓടി നടന്നപ്പോഴാണ് ഒരു സാധനം മോളുടെ കണ്ണിൽപ്പെട്ടത്. വേഗം കൈക്കലാക്കിയത്. അതും കൊണ്ട് അങ്ങ് നടപ്പായി. അവൾക്ക് തന്നെ നടക്കാൻ വയ്യ. ആകെ 1 വയസ്സും 2 മാസമേ ആയിട്ടുള്ളൂ. മോള് തന്നെ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ നടക്കാനായിട്ട്. ചെരുപ്പിട്ടൊന്നും നടക്കാറായിട്ടില്ല. പക്ഷെ അറിയാവുന്നത് പോലെ അങ്ങനെ ആ കിട്ടിയ സാധനമായിട്ട് അങ്ങ് നടക്കുക. പിന്നെ ആൾ വിചാരിച്ചെന്നാൽ സ്വന്തമായിട്ടൊന്ന് ഷോപ്പ് ചെയ്താലോ എന്ന്. അതാണ് ഓടി വന്ന സാധനങ്ങളൊക്കെ നോക്കുന്നത്. ഇങ്ങനത്തെ സാധനങ്ങളോട് മോൾക്ക് ചെറിയൊരു കൗതുകമേ ഉള്ളൂ. പക്ഷെ അതിനോട് ഭയങ്കര അട്രാക്ഷൻ ഒന്നുമില്ല. 5 മിനിറ്റ് അത് ഒന്ന് പിടിച്ചു നോക്കും, എന്നിട്ട് പിന്നെ അവിടെ തന്നെ ഇട്ടിട്ട് പോകും. അങ്ങനെയാണ്. അല്ലാതെ ഭയങ്കര ഒരു അട്രാക്ഷൻ, അതിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുക അങ്ങനെയൊന്നുമില്ല. എല്ലാ കളിപ്പാട്ടങ്ങളോടും അത്ര ഇഷ്ടമേ ഞാൻ കണ്ടിട്ടുള്ളൂ. മോൾക്ക് കൂടുതൽ ഇഷ്ടം കുക്കർ, സ്പൂൺ, പാത്രങ്ങൾ, അങ്ങനെ അടുക്കളയിലുള്ള കുറേ പാത്രങ്ങളും സാധനങ്ങളും ഒക്കെയാണ്. അത് കഴിഞ്ഞ് ആളൊന്ന് ചെറുതായിട്ട് മയങ്ങി. ആ സമയത്ത് നമ്മൾ ഡെക്കാത്തലോണിൽ കയറാമെന്ന് ഓർത്തു. അങ്ങനെ ഹസ്ബൻഡ് ഡെക്കാത്തലോണിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ നോക്കുമായിരുന്നു. മോൾ ഉറങ്ങിയത് കൊണ്ട് തന്നെ ഞാനൊരു സൈഡിലങ്ങ് ഇരുന്നു. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. പിന്നെ എനിക്ക് തോന്നി മോൾക്ക് പറ്റിയ പോലത്തെ ഒരു സൈക്കിൾ അവിടെ ഉണ്ടായിരുന്നു. അവൾ എണീറ്റിരുന്നെങ്കിൽ അതിലൊന്ന് കയറ്റി നോക്കാമായിരുന്നല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരിക്കുമ്പോൾ തന്നെ ആളങ്ങ് എണീക്കാനുള്ള പ്ലാനായി. പിന്നെ ഞങ്ങൾ വേഗം കയറ്റി സൈക്കിളിലൊന്ന് ഇരുത്തി നോക്കി. സൈക്കിളിൽ ഇരുന്നിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒരു വിധത്തിലും അതിൽ നിന്ന് വരുന്നുണ്ടായിരുന്നില്ല. അതിൽ തന്നെ ഇരിക്കുമായിരുന്നു. വളരെ പാടുപെട്ടാണ് അവസാനം അതിൻ്റെ അകത്ത് എടുത്തുകൊണ്ട് പോകുന്നത്. പക്ഷേ ഇതിങ്ങനെ മറിഞ്ഞു പോകുന്ന ടൈപ്പ് സൈക്കിളാണ്. നമുക്ക് സേഫായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഡൗട്ടാണ്. ഒന്നാമത്തെ ആളിത്തിരി ചെറുതല്ലേ, 1 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതിലിരുന്നാൽ എങ്ങനെയായിരിക്കും എന്നൊരു കൺഫ്യൂഷൻ കാരണം ഇത് വാങ്ങിയില്ല. പക്ഷെ അവൾ കുറച്ചൊക്കെ ഓടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിനത്ര ഭയങ്കര ഒരു ബലമില്ലാത്തതുകൊണ്ട് അതങ്ങ് മറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, താഴെ വീഴാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടത് വാങ്ങിയില്ല. ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് നോക്കി. ഇതിൽ നിന്ന് എടുക്കാൻ നോക്കിയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാനത് ഷൂട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയായിരുന്നു ഇത്.